പ്രൈസ് ദി ലോർഡ്. നാലാം യാമത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത്. രാത്രി 3 മണി മുതൽ ഇവിടുത്തെ 6 മണി വരെ സമയത്തെയാണ് നാലാം യാമം എന്ന് വിശേഷിക്കുന്നത്. ദേവദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്ത് ദൈവം നിങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് മോൻ കഴി തിരിച്ച് കിടന്നുറങ്ങാനല്ല, പിന്നെയോ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. മോസ്റ്റ് പവർഫുൾ പ്രയർ ടൈം എന്നതിനെ വിശേഷിപ്പിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നാലാം യാമത്തിൽ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നെങ്കിൽ അതിവേഗം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്ഭുതം പ്രവർത്തിക്കാൻ ഇടയാകും. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ഈ നാലാം യാമത്തിൽ പ്രാർത്ഥനാ ശക്തിയെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ഇത് ജീവിതത്തിൽ അന്വയിച്ച് നോക്കുക. യഹൂദന്മാർ പ്രാർത്ഥിച്ചിരുന്നതും നാലാം യാമത്തിലാണെന്ന് ബൈബിളിനകത്ത് കാണാൻ കഴിയും. ജനങ്ങൾക്ക് ഗാഠനിദ്രയിലായിരിക്കുന്ന സമയമാണ് ഈ നാലാം യാമം എന്ന് പറയുന്നത്. ആ സമയത്ത് ദൈവം നിങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ ദൈവത്തിന് നിങ്ങളെ പറ്റിയൊരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. ആർക്കും ഇത് പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദുർഘടങ്ങളെ പറ്റി ദൈവം ബോധ്യന്മാരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങൾ 4 മണിക്ക് സമയത്ത് നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ അലാറം വെച്ച് എഴുന്നേൽക്കുന്നതല്ല, അല്ലാതെ നിങ്ങൾ ഉണരുന്നുവെങ്കിൽ ഉറങ്ങാതെ ദൈവത്തിന് മുഖ്യമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് വിഷയം വന്നാലും ആവശ്യത്തിന് ദൈവം പ്രവർത്തിക്കുന്നതിനെ ചെയ്യും.